കാര്യം വായനയ്ക്ക് പോലും വായനയ്ക്ക് പ്രവർത്തനത്തിന് ഒക്കെ പുതിയ പുതിയ മേഖലകൾ നമ്മൾ കണ്ടെത്തണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ പരമ്പരാഗതമായി അങ്ങനെയാണെങ്കിൽ നമ്മൾ പണ്ട് കൈ പത്രം കണ്ടുപിടിക്കുന്നതിന് പേപ്പർ കണ്ടുപിടിക്കുന്നതിനും അച്ചടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എഴുത്തോലയിൽ എഴുതി വായിച്ചിരുന്നു. അതുപോലെ നാരായണത്തിൽ എഴുതണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണ്. വായന നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിപ്പോ ഒരാൾ പുസ്തകം തുറന്ന് 50 പേജ് മറിച്ചിട്ട് ഹൃദയത്തിലേക്ക് അയാൾ എടുക്കുന്നില്ല എങ്കിൽ അത് വായനയാവുന്നില്ല. വായിക്കുന്നുള്ളൂ എങ്കിൽ അത് വായന ആകുന്നില്ല. എഴുത്തും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ആ പോരാട്ടം തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് കൂട്ടം.com ഒന്നുകൂടെ തിരിച്ചെത്തിയാൽ അതിന്റെ സാധ്യതകൾ നമ്മൾ അതുപോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ മറ്റു പലതും നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് എത്രത്തോളം മലയാളിക്ക് ഇത് കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു? ഇപ്പൊ ഓർക്കിട്ട് നമുക്കെല്ലാം അറിയാം, ഗൂഗിൾ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് ടീം എന്നാൽ തുടങ്ങപ്പെട്ടിരിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സംവിധാനമാണ്. കോടിക്കണക്കിന് ആൾക്കാർ. പക്ഷേ ഈ ഓർക്കുട്ടിനകത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പറഞ്ഞു നിറസൗഹൃദം അവിടെ നഷ്ടപ്പെടുന്നതാണ്. തിക് ഫ്രണ്ട്ഷിപ്പ്, അതായത് ഈ മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ സ്ക്രീനിൽ വിയർപ്പ് പൊടിയുന്ന, സ്ക്രീനിൽ സുഗന്ധം പരക്കുന്ന ഒരു സൗഹൃദമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓർക്കുട്ടിനകത്തൊന്നും അത് സാധ്യമല്ല. ഈ പുതിയൊരു ഭാഷ ഉപയോഗിച്ച് ഹായ് ലോൾ ഡൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. പക്ഷെ കൂട്ടം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന ഒരാളായി മാറുന്നു. ഞാനും നിങ്ങളും തമ്മിൽ ഒരു പരിചയമില്ലാത്ത രണ്ട് ഭൂഖണ്ഡങ്ങൾ ജീവിക്കുന്ന രണ്ട് മലയാളികൾ തമ്മിൽ ഒരു നാടിന്റെ പൊതുവായ ഒരു പ്രശ്നത്തെ പറ്റി തർക്കിക്കുന്നു, നമ്മൾ കലഹിക്കുന്നു. അല്ലെങ്കിൽ അമൃത എന്ന് പറഞ്ഞ എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ബിനു എന്ന് പറഞ്ഞ തസ്തിരോഗത്താൽ അവശത അനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ കവിത പ്രസിദ്ധീകരിക്കാൻ അമേരിക്കയിൽ നിന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും വയനാട്ടില് ഒരു ആദിവാസി സാംസ്കാരിക പ്രവർത്തകനും കൂടെ ഇടപെടുന്നു. ഇത് മലയാളിക്ക് ഒരു വലിയ സാധ്യത ഉണ്ടാകാൻ പോകുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം 8 മാസം മുമ്പ് ആരംഭിക്കുമ്പോൾ വെറും ഞങ്ങളുടെ ഏറ്റവും ഫ്രണ്ട് സർക്കിളിലുള്ള 50-60 പേരുമായിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ 11,000 മെമ്പേഴ്സ് ആയിരിക്കും 8 മാസം കൊണ്ട്. ഇതൊന്നും സൗഹൃദം നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ചിരിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കാൻ. ഈ സൗഹൃദത്തിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പോ നമുക്ക് മലയാളികളുടെ ഇടയിൽ ഒരു മാറുന്നൊരു പ്രവണത വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതായത് റിലേഷൻസ്, മലയാളികളുടെ റിലേഷൻസിൽ. അപ്പൊ ഇതുകൊണ്ട് കുറെ ദൂഷ്യഫലങ്ങളും ഉണ്ടാവും ഇല്ലേ? അതായത് ഇപ്പൊ നെറ്റ് വഴി ഉള്ള കോണ്ടാക്ട്, അതുവഴി ഒരു മൾട്ടി റിലേഷൻസിന് സാധ്യത ഉണ്ടാവുന്നില്ല. നേരത്തെ പറഞ്ഞ നിറ സൗഹൃദം എന്നുള്ളത് നിറങ്ങളുടെ സൗഹൃദമായി. ഈ അപകടം എന്നും ഉണ്ടല്ലോ. ചരിത്രത്തില് മനുഷ്യനുണ്ടായ കാലം മുതല് സൗഹൃദങ്ങളും അതിന് ചതിക്കുഴികളും നമ്മൾ ഈ രണ്ട് വാക്കുകൂടെ ചേർത്തല്ലേ പറയുന്നത്. സൗഹൃദത്തെ പറ്റി ചതിക്കുഴിയെ പറ്റി ചേർത്ത് അതിനുള്ള ബോധ്യമൊക്കെ ഉള്ളവരാണ് ഇപ്പോഴത്തെ മനുഷ്യര്. അല്ലാതെ ഇപ്പൊ എന്റെ ഒരു ഭാഷയിൽ പറഞ്ഞത് എന്റെ ഒരു ഭാഷയും അല്ലാതെ നെറ്റിലൂടെ പെട്ടെന്ന് ഒരാൾ അപകടത്തിൽപ്പെടുന്നെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങനെ പെടട്ടെ എന്ന് തന്നെയാണ്. അത്രയ്ക്ക് ബോധ്യമില്ലാത്ത, അത്രയ്ക്ക് ഒരു ജീവിതത്തിൽ ധ്യാനമില്ലാത്ത ഒരാൾക്ക് ഈ അപകടങ്ങൾ പിണയട്ടെ എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. കാര്യം ഒരു കരുതൽ എന്തിനും വേണ്ടേ? ഒരു വഴി നടക്കുമ്പോൾ, ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു കരുതൽ ജീവിതത്തോടും സൗഹൃദത്തോടും വേണ്ടേ? അങ്ങനെയുള്ളവർക്ക് അപകടമൊന്നും സംഭവിക്കില്ല. പക്ഷേ